ഹലോ ഗൈസ്, എനിക്ക് പറയാനുള്ളത് ഞാൻ കാശ്മീർക്ക് ട്രിപ്പ് പോയില്ലേ, അതിൻ്റെ കുറച്ച് അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പണ്ട് മുതലേ ഓഡിയൻസിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഓഡിയൻസ് കൂടാൻ വേണ്ടി എപ്പോഴും പഠിച്ചവനോട് തോൽക്കലുണ്ട്. ഇപ്പോൾ യൂട്യൂബൊക്കെ തുടങ്ങിയാൽ നമ്മളെ ഇഷ്ടമല്ല, നമുക്ക് ഇഷ്ടമുള്ള മാതിരി പറയാമല്ലോ. അതിപ്പോൾ കബീർ ബാക്കവിനോ ഷാദ് ബാക്കവിയൊക്കെ ആണെങ്കിൽ നാലാൾക്കാരുടെ ഇടയിൽ നീറിയിട്ട് തൊണ്ട ഇതാക്കി പറയണ്ടേ. വലിയ പ്രഭാഷകന്മാരൊക്കെ ആണെങ്കിൽ ഇതാണെങ്കിൽ റൂമിൽ എന്താ ഒരു തുണിയും അതിൻ്റെ മേലെ ഒരു സാധനം ഇട്ടാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ബാക്കിലാണ് ഒരു നല്ല റൂമൊക്കെ ഉണ്ടാക്കണം അല്ലേ. ബാക്കിലാണെങ്കിൽ ഫുള്ള് സാധനങ്ങൾ. പിന്നെ വീഡിയോ എങ്ങനെ എടുക്കുക വിചാരിച്ചാൽ ഈ ജനലിതാ അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അമ്മ നല്ല നിറം തോന്നും, കാരണം വെയിലിങ്ങനെ അടിക്കൂലേ. അപ്പോൾ വെയിലടിക്കുമ്പോൾ മുഖത്തേക്ക് ഇങ്ങനെ ഈ ടൈം മാത്രമേ വീഡിയോ എടുക്കാൻ കഴിയുള്ളൂ. ഒരു 10 മണി മുതൽ ഒരു വൈകുന്നേരം ഒരു 3 മണി വരെ. അപ്പോഴാണ് നമ്മളെ ഈ സാധനം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഒരുമാതിരി മറ്റേ ഈ കഞ്ചാവടിച്ച പോലെ മാതിരി ഉണ്ടാവും മോറൊന്നായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നല്ല ഈമാണ്ടില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾ കാശ്മീർക്ക് ട്രിപ്പ് പോയില്ലേ. ഫസ്റ്റ് മുതൽ തന്നെ ഞാൻ ഒരു കഥ പറയണ പോലെ പറഞ്ഞുതരാം. കാശ്മീർക്ക് ട്രിപ്പ് പോയി ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് ഞങ്ങൾ എത്ര ആൾക്കാരാ, ഒരു 5. ഞാൻ, ഇച്ചൂസ്, അൽത്താഫ്, നിയാസ്, ആഷിഖ്, ജാസിർ, ഞങ്ങൾ 6, സനൂജ്, ഇഷാം, നമ്മൾ 8 ആൾക്കാരുണ്ട്. 8 ആൾക്കാരുണ്ട്. എങ്ങനെയാ വെച്ചാൽ ഫസ്റ്റ് എൻ്റെ എക്സാം 22-ാം തീയതിയാണ് കഴിയുക. 22 എനിക്കാണെങ്കിൽ ഈ എക്സാം ഒന്നും ഇങ്ങോട്ട് കഴിഞ്ഞിട്ട്, കാരണം നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മോനെ പിന്നെ നമുക്ക് എക്സാമിന് പഠിക്കാനും കഴിയില്ല, അതും കഴിയില്ല. പിന്നെ പോരാത്തിന് എൻ്റെ എക്സാം 22-ാം തീയതി നല്ല കിട്ടില്ല എക്സാമാണ്, ട്രാൻസ്ലേഷൻ എന്നൊക്കെ പറയും. എന്ന് പറയുമ്പോൾ മറ്റേ അറബിയിൽ നിന്ന് ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൽ നിന്ന് അറബി ഭയങ്കര ടഫാണ്. കാരണം ജാമ്യ മില്ലിയയിലെ ട്രാൻസ്ലേഷനൊക്കെ മോനെ, ഞാൻ പണ്ടും ട്രാൻസ്ലേഷൻ പഠിച്ചാണ്. പക്ഷെ ഇവിടെ എങ്ങനെയാ വെച്ചാൽ ജാമ്യ മില്ലിയത്തെ സാറുമാർ ഇങ്ങനെ പറയാം, നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്, ഇന്ത്യയിലെ ഈ അറബിക് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും വലുതാണ് ജാമ്യ മില്ലിയ. അപ്പോൾ ഓല് നല്ല പണിയൊക്കെ തരും. അപ്പോൾ തോന്നി ഏതെങ്കിലും ഒരു ന്യൂസായിട്ട് തന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കുക ചെയ്യുക. അപ്പോൾ ഭയങ്കര ടഫാണ് ഈ ജാമ്യ മില്ലിയത്തെ ട്രാൻസ്ലേഷൻ. അപ്പോൾ ഈ 22-ാം തീയതിയാണ് നമ്മൾ പോകാൻ വിചാരിച്ചത്. പക്ഷേ 20-ാം തീയതി തന്നെ ഞങ്ങളെ ഫസ്റ്റത്തെ ടീം വന്ന്, നിയാസ്, ഇഷാം, സനൂജ്, 3 ടീം അങ്ങോട്ട് ഡൽഹിക്ക് വന്ന്. എന്നിട്ട് അറ്റിങ്ങൾ ആദ്യമായിട്ട് ഡൽഹിയാണ്. ആ നിയാസൊക്കെ ഇവിടെ നമ്മളെ മണ്ണൂരുള്ള ഇജാസ് ഫാൻസ് ഉണ്ട്, ഓനെ ആദ്യമായിട്ട് കാണാം. ഇജാസ് ഫാൻസ് തന്നെ ഇവിടെ അടുത്ത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു പഞ്ചായത്ത് വിട്ടിട്ട് പോവാത്ത ടീമിൻ്റെ കൂടെയാണ് ഞാൻ പോണത്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഡൽഹിയിലൊക്കെ പഠിക്കല്ലേ, അതുകൊണ്ട് പിന്നെ പ്ലാന് പിന്നെ ഞാൻ മൊത്തത്തിൽ എനിക്ക് പിന്നെ നമ്മൾ പാക്കേജ് ഒന്നും അങ്ങനെ എടുക്കാൻ വിചാരിച്ചില്ല. പക്ഷേ മൊത്തത്തിലൊരു കോൺഫിഡൻസാണ്, അതൊക്കെ റെഡി ആവും, അത് കിട്ടലാണ്, അങ്ങനെയൊക്കെ ഒരു കോൺഫിഡൻസാണ്. പറഞ്ഞുതരാം. അങ്ങനെ ഫസ്റ്റ് ദിവസം ഓല് 3 ആൾ വന്ന്, 2ാമത്തെ ദിവസം വേറെ ടീം വന്ന്, ആഷിഖ്, ജാസിർ അങ്ങനെ വന്ന്, പിന്നെ 3ാമത്തെ ദിവസം ബാക്കിയുള്ളവർ എല്ലാവരും വന്ന്. അങ്ങനെ എല്ലാവരും വന്ന് നമ്മൾ പോവാൻ നേരത്ത് ഫസ്റ്റ് സാധനങ്ങളൊക്കെ ആ റൂമുള്ളവരോട് ഒക്കെ ഹായ് പറഞ്ഞു. കാരണം നമ്മളെ ഇവിടെ റൂമിൻ്റെ അടുത്തൊരു മിക്കു പറഞ്ഞൊരു ചെങ്ങായിണ്ട്, ഭയങ്കര കാസർഗോഡ് ആളെ അടിപൊളിയാണ്. മറ്റേ ഡൽഹിയിലെ കാറിൻ്റെ ബിസിനസ്സൊക്കെ ആയിട്ട് ഇവരെ പ്രത്യേകം എന്താ വെച്ചാൽ അവിടെ റൂം എടുത്ത് നിൽക്കുകയാണ് ഈ കാറിൻ്റെ ബിസിനസ് ചെയ്യാൻ. അപ്പോൾ റൂമിക്ക് ഡോർമെട്രി ഉണ്ട് ഓരോ റൂമിൽ. അപ്പോൾ ഈ ഡോർമെട്രിക്ക് ആൾക്കാർ വരുമ്പോഴൊക്കെ ഓലയിട്ടൊക്കെ മച്ചാൻ കമ്പനിയാണ് ഫുള്ള്. നമ്മളിപ്പോൾ എങ്ങനെ കമ്പനി എങ്ങനെ വെച്ചാൽ നേരെ അവരുടെ റൂമിക്കാണ്ട് വരുമ്പോഴത്തിന് ഇത് എന്നും റൂമിലുള്ള മാതിരി അവൻ്റെ വർത്താനം. ഇരിക്കുക മറ്റേ നമ്മൾ യോനോ കാർഡ് കളിക്കുന്ന അറിയും, നമ്മൾ സീറ്റ് കളിക്കൂലേ രസമായിട്ട്. എന്നിട്ട് ഞാനൊക്കെ 2 മണി 3 മണി വരെ അങ്ങനെ ഇരുന്ന് കളിക്കും. അങ്ങനെ ഇവര് വന്നന്ന് ഇവന് നല്ല സൽക്കരിച്ചിട്ട് നല്ല ചപ്പാത്തി, ചിക്കൻ കറി, മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കി ഭയങ്കര സ്വീകരണം. ഞാൻ അവരോട് ആദ്യം പറഞ്ഞിന് നമ്മളവിടെ റൂമിൻ്റെ അടുത്തൊരു മിക്കുണ്ട്, ആള് ഭയങ്കര അടിപൊളിയാണ്, ഇതാണെന്നൊക്കെ. അപ്പോൾ അത്ര ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വന്നേന്. പക്ഷേ ആള് നമ്മളിങ്ങനെ ഹുക്കൊക്കെ വലിച്ചിട്ട് നൈസിൽ നല്ല ചീട്ടൊക്കെ കളിച്ച് അങ്ങനെ ഫുൾ കമ്പനി. അപ്പോൾ ഇവർക്ക് മൊത്തത്തിൽ ഡൽഹി നല്ല ഇഷ്ടപ്പെട്ട്. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായില്ല. ഞാൻ പഠിച്ചാൽ ഓൾക്ക് പോകാൻ വർത്തമാനം പറയാൻ ആൾക്കാരുണ്ട്. അങ്ങനെ എനിക്ക് പഠിത്തത്തിനും ബുദ്ധിമുട്ടൊന്നും വന്നില്ല. അങ്ങനെ ഞങ്ങൾ പോകാൻ നിന്ന് മെട്രോ കയറി എവിടെ എത്തി 10 എപ്പോഴാണ് 10:20 ട്രെയിന്. അപ്പോൾ നമ്മൾ കറക്റ്റ് എത്തി, ഓടിപ്പോയി കയറി ട്രെയിനിക്ക്. കാരണം ട്രെയിന് അന്ന് കുറച്ച് നമ്മൾ ആ ടൈമിലാണ് പോവാം. നമ്മൾ പിന്നെ അങ്ങനെയാണല്ലോ, 10:20 ട്രെയിനുള്ളതിന് 3/4 മണിക്കൂർ നമ്മളെ ജാമ്യ മില്ലിൻ്റെ അവിടുന്ന് നിസാമുദ്ദീനിക്ക് യാത്ര ഉണ്ട്. എന്നിട്ട് നേരം വൈകിയാണ് പോയത്. അങ്ങനെ ട്രെയിന് കയറി ഇരുന്ന് സെറ്റായി. ഫസ്റ്റ് തന്നെ ഞാൻ എനിക്ക് പിന്നെ അങ്ങനെ ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഒന്നേ തൊട്ടിലിടണം, അല്ലെങ്കിൽ എനിക്ക് നല്ല സീറ്റ്, എനിക്ക് ഞാൻ നിൽക്കണമെന്നും ഇഷ്ടമല്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നേരെ കയറിയാണ്ട്
ഇരുന്ന് എടുത്തുള്ള ബംഗാളികളൊക്കെ കമ്പനി എന്താ വെച്ചാൽ സുഖമല്ല അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരു സെൽഫിയൊക്കെ എടുത്ത് 2 ഉമ്മൊക്കെ കൊടുത്ത് അങ്ങനെ ഇവിടെ ഉള്ള വർത്താനം പറഞ്ഞ് ഫുൾ സെറ്റ്. എന്നിട്ട് അവിടെ ഒരു അടി ഉണ്ടാവാൻ പോയി. കാരണം എടുത്തുള്ള ഒരുത്തന് ഫുള്ള് ഇവിടെ ലഗേജ് വെച്ചു ഓൻ കാണി നീങ്ങിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കുറച്ച് ആൾക്കാർക്കൊക്കെ ഇരിക്കാം. പക്ഷെ നീങ്ങില്ലടാ. അങ്ങനെ കുറച്ച് അടിയാകാൻ പോയി. പിന്നെ അവൻ പറഞ്ഞു അതിൽ പൊട്ടണ സാധനമൊക്കെ ഉണ്ടപ്പോൾ. അപ്പോൾ ഞാൻ പോട്ടെ, നമ്മൾ അങ്ങനെ 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 ഓവർ നമ്മൾ നിർബന്ധം പിടിക്കരുത്. പഠിച്ച നബി എന്താ പറഞ്ഞത്? ഇർഹമു മംഫില്ലി ഇർഹമുക്കും മംഫിസമ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. അപ്പോൾ നമ്മൾ ഭൂമിയിലുള്ള പാവപ്പെട്ട ഈ ഇതേമാതിരത്തെ ബംഗാളീസിനൊക്കെ പാട്ടെന്നെ ക്ഷമിക്കുക. സബുർ നെസ്ഫുല്ലീമ എന്ന് പറഞ്ഞാൽ ക്ഷമ ഈമാൻ്റെ പകുതിയാണ്. അപ്പോൾ നമ്മൾ സാധനം വിട്ട്. അപ്പോൾ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇതൊക്കെ വന്നു, മറ്റേ കൈ ഇങ്ങനെ കൊട്ടിയാണ്ട് പൈസ വയ്ക്കൂലേ, ട്രാൻസ്ജെൻഡർ വന്ന് അപ്പോൾ ഒരു സംഭവം ഉണ്ടായി. എൻ്റെ കാല അതിൻ്റെ മേത്ത് തട്ടി. ഒരു നോട്ടം നോക്കി. ഞാൻ എന്തോ രീതിയിൽ ഇങ്ങനെ ഷൂ എന്തോ എടുത്തേക്കണ തിരക്കിൽ ഇങ്ങനെ കാലിങ്ങനെ ആക്കിയിട്ടാ. അതിൻ്റെ മേത്ത് തട്ടി. അത് ഇങ്ങനെ ഒരു നോട്ടാണ്ട് നോക്കി. മോനെ എടാ ഒരു പെരുമ്പാമ്പിൻ്റെ ഒക്കെ മോച്ചായം പോലെ ഒരു സാധനം. മോനെ ആകെ പേടിച്ചാണ് ഞാൻ അന്ന്. എന്നിട്ട് എന്താ വെച്ചാൽ എന്നിട്ട് അത് പോയി. എന്നിട്ട് നമ്മളിങ്ങനെ ഇരിക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അൽത്താഫിൻ്റെ ഫോൺ കാണില്ല. അപ്പോൾ ഈ ഡൽഹിയിൽ നിന്നൊക്കെ ഫോൺ കാണില്ലെങ്കിൽ ഇപ്പോഴും കഴിഞ്ഞ് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. അൽത്താഫിൻ്റെ ഫോൺ എത്രയായിട്ടും കാണില്ലടാ. നമ്മൾ കുറേ നോക്കി. അപ്പോൾ ബാഗിലും അതിലും ഇതിലൊക്കെ ഇട്ട് നോക്കി, എത്രയായിട്ട് ഫോൺ കാണില്ല. അപ്പോൾ എന്നിട്ട് വേറെ ഒരുത്തന്നെ ഇഷാമിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കി, അൽത്താഫിൻ്റെ ഫോൺ ഇവിടെ നോക്കാൻ വേണ്ടി. അതിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ഒരാൾക്ക് ഫോൺ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ജന്മത്ത് കിട്ടൂല എന്ന് 100% ഉറപ്പാണ്. കാരണം ഡൽഹി അങ്ങനെയാണ്. ഈ ഡൽഹിയിലത്തെ ചില ഈ ഡൽഹിയിലൊക്കെ ഈ കക്കാനായിട്ട് നടക്കണവരുണ്ടടാ. ഈ ഡൽഹിയിൽ ചിലവർ 10 കഴിഞ്ഞ് +2 കഴിഞ്ഞ് ചിലവർ ഡിഗ്രി BA പൊളിറ്റിക്സ്, BA അറബി, BA സോഷ്യോളജി അതിനൊക്കെ പോവുക. പക്ഷെ ഡൽഹിയിൽ BA കട്ട് എടുക്കുക, BA പൊക്കാൻ പോവുക, BA വടാപ്പാവ് ഉണ്ടാക്കുക, അതൊക്കെയാണ് അവിടുത്തെ കോഴ്സ്. അപ്പോൾ ഇത് സംഭവം പോയി എന്ന് ഉറപ്പായി, എന്തായാലും ഉറപ്പായി. ഇനിയിപ്പോൾ തിരിച്ച് കിട്ടൂല എന്നൊക്കെ ഉറപ്പായി. അപ്പം എന്താ ചെയ്ത്? അപ്പോൾ അൽത്താഫിൻ്റെ പിന്നെ ഒരു പഴയ ഫോണാണോ, അവൻ്റെ മുഖമൊക്കെ ആകെ മാറാണ്. പിന്നെ നമ്മളെ ചങ്ങായിമാർ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മളങ്ങനെ ഇങ്ങനെ ഇനിയിപ്പം ഫോൺ പോയാലും അവനെ കളിയാക്കുക, ഫോൺ പോയി എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ചിരിച്ച് കുറേ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നു. അവന് ഫോൺ പോയി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ വ്ളോഗ് തുടങ്ങിയതിൻ്റെ ശേഷം ഫോൺ പോയാൽ കണ്ടൻറ്റാണ്, ഫോൺ ഇനി പോയത് കിട്ടിയാൽ കണ്ടൻറ്റാണ്, ഇനി അവിടെയും നിലത്ത് വീണാൽ കണ്ടൻറ്റാണ്. അങ്ങനെ മൊത്തത്തിലൊരു കണ്ടൻറ്റ് ബേസ്ഡുള്ള ലൈഫിലോട് ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ടാണ് അറിയില്ല, മൊത്തത്തിലൊരു കണ്ടൻറ്റാണ്. അപ്പോൾ ഫോൺ പോയിട്ട് എന്താണ് ഓnkല്ല ടെൻഷനൊക്കെ ഉണ്ടേന്. പക്ഷെ നമ്മളിങ്ങനെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ ആൾ പിന്നെ ഭയങ്കര ചില്ലാണ്. വാട്സപ്പിലൊന്നും ഉപയോഗിക്കൊന്നുമില്ല. ഫോൺ ചിലപ്പോൾ 2 ദിവസം സ്വിച്ച് ഓഫ് ഒക്കെ ആവും. അതൊന്നും വലിയ സീനൊന്നുമില്ല നമുക്ക്. അങ്ങനെയല്ല, അവൻ അങ്ങനെ ഒരു ടൈപ്പായി. ഞാനൊക്കെ എൻ്റെ എന്തെങ്കിലും ഒരു ഫോണ് പിന്നെ ഇപ്പോൾ ഐഫോൺ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബേജാറ് ബാഡ്. കാരണം ഞാൻ നല്ല പവറിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ വ്ളോഗൊക്കെ ഉണ്ടാക്കുക, ഇപ്പോൾ നല്ല സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ഒരു വ്ളോഗൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 1 million ഒക്കെ കയറും. അമ്മായിട്ട് പവറിലാണ് നമ്മൾ ഉണ്ടാകുക. പറയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കും എന്ത് സാധനം കല്ലടിച്ചിടണം അങ്ങനെയൊക്കെ ചോദിക്കും. നമ്മളെ കളി കാണുമ്പോഴേ അങ്ങനത്തെ ഒരു കളിയാണ് നമുക്ക്. പക്ഷേ ഡള്ളായാലോ വല്ല പരീക്ഷയൊക്കെ പോയിട്ട് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. ആരെയും എന്തെങ്കിലും ഇപ്പോൾ കമൻറ്റിൽ എന്തെങ്കിലുമൊക്കെ ആരെയും എന്തെങ്കിലും പറഞ്ഞു അതിലാകെ ഡള്ളായി അങ്ങനെ ഒരു മെൻറ്റാലിറ്റി. പക്ഷെ അൽത്താഫ് അങ്ങനെയല്ല. അൽത്താഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താണ് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ നമുക്കൊരു കുട്ടിയൊക്കെ ഉണ്ടാവും, ലവ് അഫെയറൊക്കെ ഉണ്ടാവും. പക്ഷെ അൽത്താഫൊന്നും ആ മൈൻഡല്ല. എന്ത് പെണ്ണേ അങ്ങനെ ഒരു ടീമാണ്. അപ്പോൾ പിന്നെ ഫോൺ പോയി ആദ്യം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ പിന്നെ വെറുതെ ഒന്ന് വിളിച്ചു നോക്കും. അപ്പോൾ വിളിച്ചു നോക്കി ഇഷാമിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കി. അപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ നമ്മൾ ഉറപ്പിച്ച് പോയി. ഇനിയിപ്പോൾ എവിടെ പോയി നോക്കാനാണ്. കാരണം ഓൻ്റെ ജാക്കറ്റിൻ്റെ ഈ ഇതിട്ടത് എന്താണ് നമ്മൾ പാൻറ് ഇട്ടത് ജാക്കറ്റിൻ്റെ ഈ പാൻറ്റിൻ്റെ മേലെ ജാക്കറ്റ് ഉണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇപ്പോൾ ഫോണുള്ളത്. അപ്പോൾ ഈ ജാക്കറ്റ് ഇങ്ങനെ പൊന്തിച്ചിട്ട് ഫോൺ എടുത്തുകൊണ്ടാണ്. അപ്പോൾ അത്രക്കും സ്കിൽ ഇതിലല്ല ഇപ്പോൾ 10-20 കൊല്ലം മറ്റേ പരിശീലനമുള്ള ചെക്കനാണ് കൊണ്ടുപോയതെന്ന് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വിട്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെയും ഫോൺ സ്വിച്ച് ഓൺ ആയി നമ്മളേക്ക് മെസ്സേജ് വരും, നിങ്ങൾക്ക് ഇപ്പോൾ വിളിക്കാന്ന് പറഞ്ഞാൽ മെസ്സേജ് വരും. അതേമാതിരി ഒരു മെസ്സേജ് അന്ന് വന്നിട്ടാ. അതിൽ ലഡു പൊട്ടി. അതിൽ എന്താണ് ഞാനും അൽത്താഫും ഇറങ്ങി. കാരണം ഞങ്ങൾക്ക് രണ്ടാക്കുവാണെങ്കിൽ ഹിന്ദി അറിയാം, ഈ മണ്ണന്മാർക്കൊന്നും അറിയില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ടോപ്പാകല്ല കേട്ടാ. ഇനി ഇതിൽ കമൻറ്റിൽ വന്നാണ്ട് അൻസ് സംഭവം എന്ന് പറഞ്ഞാൽ പറയാൻ നിൽക്കണ്ട. ടോപ്പാകല്ല, സത്യം. ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഹിന്ദി ഇംഗ്ലീഷൊക്കെ അറിയുള്ളൂ. ഇവരിങ്ങനെ കുറച്ചെങ്ങനെ ഹായ് ബൈ ഹൂയ് എന്നാണ്. ബാംഗ്ലൂരിൽ നിന്നുള്ള ഏതൊരു വണ്ടി കെട്ടിയപ്പോണ്ട് സോറി അറിയാതെ പറ്റിയതാണ് ഹേ എന്നൊക്കെ പറയണത്. അപ്പോൾ ഓല തയ്യായിരിക്കും ഓല ആക്കാണെന്ന് വേറൊരു ചങ്ങായി.
അപ്പോൾ എന്താണ് എന്നിട്ട് ഞങ്ങൾ രണ്ടാൾ ഇറങ്ങി ഓടി. അപ്പോൾ ഈ കോള് ഈ ഫോണായിട്ടാണ് പോയിന്. അപ്പോൾ നമ്മൾ ഈ നമ്പർക്ക് വിളിച്ചാണ്ട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു നമ്മളിപ്പോൾ ഉള്ളത് 11ാമത്തെ പ്ലാറ്റ്ഫോമാണ് നിസാമുദ്ദീനിൽ. അപ്പോൾ അവൻ പറഞ്ഞത് എങ്ങോട്ട് വരാൻ 7ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ. അപ്പോൾ നമ്മൾ ഓടി പോയി 7ാമത്തെ പ്ലാറ്റ്ഫോമിൽ പോയി. അവിടുന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഈ അറ്റത്തേക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏത് അറ്റത്തേക്ക് വരിക. അപ്പോൾ കുറേ അവിടെ ഇങ്ങനെ ചുറ്റി കളിച്ച്. അപ്പോൾ എന്നിട്ട് ഞാൻ കുറേ ബംഗാളികളുടെ അടുത്ത് കൊടുത്തു. ഇവൻ എന്താ പറയണമെന്ന് ചോദിച്ചു നോക്കിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് ആ അറ്റത്തേക്ക് ഈ അറ്റത്തേക്ക് എന്നൊക്കെ എന്തൊക്കെ ഒരു ഇത് പറയണം. അപ്പോൾ ഓരോരുത്തർ പറയുന്നുണ്ട് ഇവിടെ തന്നെയാണ് നിങ്ങൾ പറയണ ഉദ്ദേശം. അപ്പോൾ പിന്നെ മൂപ്പരാണ് കോർണർക്ക് വാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു മൂലയ്ക്ക് പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ അല്ല. ഇത് ഏത് അവസ്ഥ എന്നറിയാം. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ ഇത് താരീഖിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഈ എന്താണ് ഇസ്മായിൽ നബിക്ക് വെള്ളത്തിന് തയ്ച്ചിട്ട് ആജറാബി അങ്ങോട്ട് പോയി അതേ അവസ്ഥ. അങ്ങോട്ട് പോയ പിന്നെ അങ്ങോട്ട് പോയ പിന്നെ അങ്ങോട്ട് പോയ പിന്നെ ഇങ്ങോട്ട് പോയ അങ്ങനെ തുടങ്ങിയിട്ട് ഭയങ്കര പാച്ചിലടാ. അങ്ങനെ ലാസ്റ്റ് ഒരു മൂലക്കൊക്കെ പോയി. അവിടെ ഉണ്ട് കുറച്ച് തണ്ടും തടിയുള്ള ചെക്കന്മാരിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളാകെ പേടിച്ച്. ഇനിയിപ്പോൾ ഞാൻ നല്ല പേടിച്ചിട്ടുണ്ട്. കാരണം ഇവൻ്റെ ഫോൺ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ എന്താ പറയുക, ഇനി നമ്മളെയും കൂടി അങ്ങോട്ട് വിളിച്ചിട്ട് ഈ ഡൽഹി ഏരിയ മോനെ കിഡ്നിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലേ, ഡൽഹിയിൽ നിന്നാളെ ഒരു ചങ്ങായി റൂം എടുത്ത് എന്നിട്ട് നമുക്ക് ഹോട്ടൽ റൂമിൽ ഫ്രീ ആയിട്ട് ഫുഡ് തേനി. എന്നിട്ട് ആ ഫുഡ് തിന്ന് ഓന് മയങ്ങിയിട്ട് ഓൻ്റെ കിഡ്നി ഇതാക്കി മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിഡ്നി മാറ്റിയിട്ട് പിന്നെ അവൻ കുറേ കാലം കഴിഞ്ഞ് നമുക്ക് എന്തോ അസുഖം വന്നപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ സ്ഥലമാണ് ഡൽഹി. അപ്പോൾ ആ മൂലക്കൊക്കെ പോയിക്കിട്ട്. അപ്പോൾ അവിടെ ഉണ്ട് 2 യൂണിഫോം ധരിക്കാതെ കുറച്ച് തടിയുള്ള ചെക്കന്മാർ. അപ്പോൾ ഇവിടെ വാ മോനെ ഇവിടെ വാന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഞാൻ ആദ്യം പോയില്ല. കാരണം എൻ്റെ ഫോണുള്ളതാണ്. എൻ്റെ ഫോണൊക്കെ പോയിട്ടുണ്ടെങ്കിലേ കരച്ചിൽ മാറൂല. അങ്ങനെ എന്താണ് അയാളിങ്ങനെ വിളിക്കുന്നുണ്ട് എന്താ ലൗഡ അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ എന്താണ് ഇതിൽ ലൗഡ എന്ന് പറഞ്ഞാൽ ഒരു തെറിയാണ്, തെറി ഭാഷയാണ്. നമ്മളിപ്പോൾ മലയാളത്തിൽ മയില് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു തെറിയാണ്. അപ്പോൾ ഇങ്ങോട്ട് പോ എൻ്റെ ഫോണല്ല ഇതെന്ന് പറഞ്ഞാണ്ട് ഭയങ്കരമായിട്ട് ചൂടായാല്. അപ്പോൾ അൽത്താഫ് ഇങ്ങനെ മെല്ലെ മെല്ലെ അടുത്തേക്ക് പോയി. അപ്പോൾ ഓല് പറയണത് എന്താ വെച്ചാൽ കള്ളനെ കണ്ടോന്ന്. അപ്പം മോനെ അവിടെ ഒരു ചെങ്ങായിനെ 2-3 പോലീസുകാരുണ്ട് ഒരു വയറായിട്ട് അടിച്ചിട്ട് അവൻ്റെ ജന്മത്ത് കക്കൂല അടിച്ചിട്ട് ഇങ്ങനെ ചോലയിലൊക്കെ കുളിച്ചിട്ട് ഈ തല ഇങ്ങനെ അടിയിൽ ഇങ്ങനെ തട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചവിട്ടിയിട്ട് തൊള്ളേണ്ടൊക്കെ ഇങ്ങനെ ചോര വന്നിട്ട് കേട്ടാലിയും ചോരയിൽ കുളിച്ചിട്ട് ആ ചെങ്ങായിനുണ്ട് അടിച്ച് കൊതുന്നുണ്ട്. ഡ്രസ്സൊന്നുമില്ല, ഒക്കെ അയച്ചിട്ടുണ്ട്, ചുണ്ണാണി അടക്കം കാണുന്നുണ്ട്. എന്നിട്ടുണ്ട് എമ്മായിരം അടിയൊക്കെ ഇങ്ങോട്ട് അടിച്ചിട്ട് എന്നിട്ട് എന്താണ് അൽത്താഫിനോട് പറഞ്ഞിട്ടാ എന്നോട് എടുത്തേക്ക് വരാൻ. ഞാൻ ഇല്ല എൻ്റെ ഒന്നുമല്ല ഇവൻ്റെ സാധനം തന്നെ. കാരണം നമ്മളെ ഫോണിട്ട് പോയിട്ടുണ്ട്. എനിക്ക് അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. അപ്പോൾ അൽത്താഫിനോട് അങ്ങനെ പറഞ്ഞപ്പോൾ അൽത്താഫ് അവൻ്റെ അടുത്തേക്ക് പോയാണ്ട് ചോളൊക്കെ ഒരു കുത്തോണ്ട് കൊടുത്ത്. എന്നിട്ട് ചോര ഇങ്ങനെ കളിക്കേണ്ടി ഭയങ്കര എന്നിട്ട് കുത്തെടുത്ത് ചേക്ക നന്നായിട്ട് തീർന്നാണ്. നീക്കാൻ കഴിയില്ല ഇനി. കാരണം അവനെ വയറായിട്ട് അടിക്കുക അവിടെ ഇട്ടിട്ട് കണ്ടിട്ട് നമുക്ക് പാവം തോന്നൂല ആ ടൈമിൽ. കാരണം ഫോണ് കട്ടതല്ലേ. എനിക്ക് തോന്നണത് ഓല് പറഞ്ഞത് എന്താ വെച്ചാൽ ഇവൻ നമ്മളെ ഫോണ് കട്ടിൻ്റെ ശേഷം വേറെ ആരോ ഫോണ് കക്കാൻ വേണ്ടി പോയി. അതിൻ്റെ ഇടക്കാണ് ആളെ പൊക്കിയത്. ഈ കള്ളന്മാരങ്ങനെയുള്ള ഒരു സാധനം പൊക്കിയിട്ടുണ്ടെങ്കിൽ അടുത്തോ എനിക്ക് തന്നെ വേണം ആ രീതിയിൽ പോയതാണ് സംഭവം. അങ്ങനെയാണ് ആളെ പൊക്കിയത്. എന്നിട്ട് നല്ലൊന്നാണ് കൊടുത്ത്. എന്നിട്ട് എൻ്റെ ആധാർ കാർഡ് കാണിക്കാൻ പറഞ്ഞു. ആധാർ കാർഡ് കാണിച്ച് നമ്പർ കൊടുത്ത് ഞങ്ങളൊരു ഫോട്ടോ എടുത്ത്. എന്നിട്ട് ആ പോലീസുകാരന് ഞാൻ നല്ലൊരു ഉമ്മ കൊടുത്ത്. അൽത്താഫ് മറ്റേ പോലീസുകാരന് നല്ലൊരു കിണ്ണ ഉമ്മ കൊടുത്ത്. എന്നിട്ട് നല്ലത്. പക്ഷേ ഡൽഹി പോലീസ് എന്നാലും ഇത് ഞാനൊരു കാര്യം പറഞ്ഞത് ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ട്രിപ്പ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്ക് പഠിച്ചാൽ ഇങ്ങനെ ഒരു ഇത് കാണിച്ചത് ഇനി നല്ലപോലെ നോക്കിക്കോ ഫോണ്. കാരണം ഓനതാ പറയണേ എങ്ങനെയാണ് ഈ ഫോണ് പോവുക. കാരണം അത്രക്കും ഉള്ളിൽ ഇങ്ങനെ സേഫായിട്ട് വെച്ച സാധനമാണ്. കീശയിലുണ്ട് ഫോണ്. ആരിപ്പം പിന്നെ ഡൽഹിയിൽ നിന്ന് ജീവിതത്തിൽ ഫോൺ പോയാലും ഇതുവരെ കിട്ടിയില്ല. ആദ്യമായിട്ട് കിട്ടണ മലയാളിയാണ് അൽത്താഫ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഡൽഹിയിൽ നിന്ന് ഫോൺ പോയാൽ എങ്ങനെ കിട്ടുക. എന്തോ ഞാൻ പറഞ്ഞു എൻ്റെ വർക്കത്താണ്, ബാക്കിയുള്ളവരല്ലോ ഓരോ വർക്കത്താണ് പഠിച്ചോങ്കറിയാം. ഏതായാലും സാധനം കിട്ടിയപ്പോൾ അവൻ്റെ ഒരു മുഖം കാണണേന് മോനെ എന്തൊരു സന്തോഷം എന്നറിയാം. ഓന് സാധാരണ അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ലാത്ത ഒരു വികാരമില്ലാത്ത ജന്തുവാണ്. എക്സ്പ്രഷൻ അങ്ങനെ ഒന്നും ഇല്ല ആൾക്ക്. പക്ഷെ അതിങ്ങോട്ട് കിട്ടിയപ്പോൾ ഓൻ കിട്ടൂല എന്ന് വിചാരിച്ച സാധനം നമ്മൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും. ഏതായാലും അത് അടിപൊളി ഒരു അനുഭവമാണ്. കാരണം എൻ്റെ മോനെ അൽത്താഫിൻ്റെ ഫോണ് പോയപ്പോൾ ഞാൻ വിചാരിച്ചേ ജന്മത്ത് കിട്ടൂലായിരിക്കുന്നു. ഏതായാലും ആ കള്ളനെ കണ്ടാൽ ഒരു കള്ളൻ്റെ ലുക്ക് തന്നെ ഉണ്ടടാ. കാരണം ഇങ്ങനെ ഒരു സാധനടാ തൊണ്ണൊക്കെ ഇങ്ങായിട്ട് ഓനെ കണ്ടാ ഒന്ന് കൊടുക്കാൻ തോന്നുന്നു. അമ്മായിട്ട് മോച്ചാടാ കാര്യം. ഒന്നുകൂടി കൈമ കിട്ടണേനു പൊട്ടിക്കണേന് ഇപ്പം അങ്ങനെ. എനിക്ക് നല്ല ഇങ്ങനെ കയറി വരിക. പക്ഷെ ആ ട്രെയിൻ പോയി നമ്മൾ ടിക്കറ്റ് എടുക്കാനാണ് ട്രെയിനിൽ പോകല്. നമ്മൾ ജനറലല്ലേ,
ഞാനത് എപ്പോഴും ആലോചിക്കുന്നു, ജനറലിൽ എന്തിനാ ഇപ്പോൾ ടിക്കറ്റ് എടുക്കണത്? ആ ഇന്ത്യക്കാരെ ആട്ടും തുപ്പും മുഴുവൻ സഹിക്കും വേണം, നമ്മൾ തൊട്ടിലെത്തിയിട്ടാണ് ജനറലിൽ പോകണം, പിന്നെ എന്തിനാ ഇപ്പോൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യം വെറുതെ. പക്ഷെ നമ്മൾ പോയ ആ ട്രെയിനിൽ നിന്ന് കുറച്ച് മൊയിലിയാരുട്ടികളെ പരിചയപ്പെട്ടിട്ടുണ്ടാ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തില്ല, ഓല് ടിക്കറ്റ് എടുത്തില്ല. പക്ഷെ ആ ട്രെയിൻ പോയി, ഓല് എന്നിട്ട് നമ്മൾ പിന്നെ കമ്പിയായ പെട്ടോ നമ്പർ വാങ്ങും. അപ്പോൾ ആ അറ്റിങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ടുണ്ട്, TTR വന്നിരുന്നു. നമ്മൾ പിന്നെ രണ്ടാമത്തെ ട്രെയിനിലാണ് പോയത്, നമ്മൾ പിന്നെയും ടിക്കറ്റ് എടുത്തില്ലേ. ഈ ട്രെയിനിൽ ടിക്കറ്റ് എടുത്തില്ല. നിങ്ങൾ പഠിച്ചവൻ്റെ ഓരോ കളികളൊക്കെ ഈ ട്രെയിനിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെന്തായാലും പൊക്കും. അതിനാണ് ഇപ്പോൾ പഠിച്ചവൻ അവൻ്റെ അടുത്ത് ഫോൺ കൊടുത്തത്. അങ്ങനെ ഫോണ് കള്ളനെ പിടിച്ച് ഒരു ചെറിയൊരു സർപ്രൈസൊക്കെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് തന്ന്, എന്നിട്ട് എന്താക്കി, എന്നിട്ട് പിന്നെ അടുത്ത ട്രെയിനിൽ TTR വരാത്ത ട്രെയിൻ ഞങ്ങൾക്ക് തന്ന്. എങ്ങനെയുണ്ട് ഇത് ഞാൻ കാശ്മീർക്ക് പോണതിൻ്റെ 15 മിനിറ്റൊക്കെ ആയല്ല. അപ്പം ഇനി എന്താണ്, ഇത് ഫസ്റ്റ് ഭാഗമാണ്, പാർട്ട് 1 ആണ്. ഇനി പാർട്ട് 2 അടുത്തതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ഇത് കാണാം. ശരി, അടുത്ത പാർട്ട് 2മായി വീണ്ടും ഓക്കെ അനാഷ് വരുന്നതാണ്. അപ്പോൾ ശരി എല്ലാവർക്കും.